ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് NCERT സിലബസിലെ 10th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ്. അതിലെ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ 8.2 എക്സസൈസ് ആണ് നോക്കുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ 4th സബ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലെ 4ാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? സൈൻ 30 ഡിഗ്രി പ്ലസ് ടാൻ 45 ഡിഗ്രി മൈനസ് കൊസീക് 60 ഡിഗ്രി divided by sec 30 degree plus cos 60 degree plus cot 45 degree. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് സൈൻ 30യുടെ റേഷ്യോ എഴുതുക, ടാൻ 45ന്റെ റേഷ്യോ എഴുതുക, അത് തമ്മിൽ ആഡ് ചെയ്യുക, കൊസിക് 60ന്റെ റേഷ്യോ എഴുതുക, എന്നിട്ട് ആൻസറുമായിട്ട് മൈനസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ സീക് 30 ഡിഗ്രിയുടെ റേഷ്യോ എഴുതുക, കോസ് 60യുടെ റേഷ്യോ എഴുതുക, കോട്ട് 45 ഡിഗ്രിയുടെ റേഷ്യോ എഴുതുക. ഇത് മൂന്നും ആഡ് ചെയ്യുക, എന്നിട്ട് ഈ ആൻസർ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. ഇതാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ സൈൻ 30 ടാൻ 45 ഡിഗ്രി ഒക്കെ നിങ്ങൾ ടേബിളിൽ പഠിച്ചു കാണും. പഠിക്കാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചിട്ട് ഓർമ്മയിൽ നിൽക്കാത്തവരുണ്ടെങ്കിൽ എളുപ്പം കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്, പറഞ്ഞുതരാം. നമ്മൾ ആദ്യം നമുക്ക് രണ്ട് ആംഗിൾ റേഷ്യോസ് ഉണ്ട്. ഒന്ന് 30 ഡിഗ്രി ഈസ് ടു 60 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി. അതിൽ 30 ഡിഗ്രിയുടെ റേഷ്യോ 1 ആണ്, 60 ഡിഗ്രിയുടെ റേഷ്യോ √3 ആണ്, 90 ഡിഗ്രിയുടെ റേഷ്യോ 2 ആണ്. ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ 90 ഡിഗ്രി ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇത് 90 ആണെങ്കിൽ ഇവിടെ നമുക്ക് 60 എന്ന് കൊടുക്കാം, ഇവിടെ 30 എന്ന് കൊടുക്കാം. ഈ 60 ഇവിടെ കൊടുത്ത് 30 ഇവിടെയും കൊടുക്കാം, തിരിച്ചു കൊടുക്കാം, അത് പ്രശ്നമില്ല. 30 ഡിഗ്രിയുടെ റേഷ്യോ 1 ആണ്. അപ്പൊ ഈ 30 ഡിഗ്രി ഇവിടെ ഉണ്ട്, അതിന്റെ നേരെ ഓപ്പോസിറ്റിൽ വേണം അതിന്റെ റേഷ്യോ എഴുതി. 60 ഡിഗ്രിയുടെ റേഷ്യോ √3 ആണ്. 60 ഡിഗ്രി ഇവിടെയാണ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്, ഇവിടെ വേണം √3 കൊടുക്കാൻ. 90 ഡിഗ്രി 2 ആണ്, 90 ഡിഗ്രി ഇതാണ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ വേണം 2 കൊടുക്കാൻ. അപ്പോൾ 30 ഇതിലെല്ലാം നമുക്ക് ഈ ട്രയാങ്കിൾ മതിയാവും. ഇനിയുള്ളത് 45 ഡിഗ്രിയാണ്. 45 ഡിഗ്രി വരുന്നത് 45 ഡിഗ്രി ഈസ് ടു 45 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി. ഇതാണ് അടുത്ത ഒരു ആംഗിൾ റേഷ്യോ. 45 45 90. 45 ഡിഗ്രിയുടെ റേഷ്യോ 1 ആണ്, ഈ 45 ഡിഗ്രിയുടെ റേഷ്യോ 1 ആണ്, ഈ 90 ഡിഗ്രിയുടെ റേഷ്യോ √2 ആണ്. ഓക്കെ, ഇത് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. വരച്ചു. 90 ഡിഗ്രി ഇവിടെ വന്നിട്ട് എത്രയാണ്? 45 ഡിഗ്രി. ഇവിടെയും എന്താണ്? ഈ 45 ഡിഗ്രി. ഓക്കെ, 45 ഡിഗ്രിയുടെ റേഷ്യോ 1 ആയതുകൊണ്ട് 45 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റിൽ 1 കൊടുക്കുക. ഈ 45 ഡിഗ്രിയുടെ റേഷ്യോ 1 ആയതുകൊണ്ട് ഈ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റിൽ 1 കൊടുക്കുക. 90 ഡിഗ്രിയുടെ റേഷ്യോ √2 ആയതുകൊണ്ട് 90 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റിൽ √2 കൊടുക്കുക. ഓക്കെ, അപ്പൊ രണ്ടിന്റെ ട്രയാങ്കിൾ വരച്ചു. ഇനി നമുക്ക് ഈ സൈൻ 30 ഇതെല്ലാം കണ്ടുപിടിക്കാം. സൈൻ 30 ഡിഗ്രി, സൈൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ്. 30യുടെ ഓപ്പോസിറ്റ് 30 ഇതായിരിക്കുന്നു, അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ അത് 1, ഓപ്പോസിറ്റ് സൈഡിന്റെ റേഷ്യോ 1 ബൈ ഹൈപ്പോട്ടേനസ്. ഈ ട്രയാങ്കിൾ ഹൈപ്പോട്ടേനസ് 2 ആണ്. അപ്പൊ സോ 2 ഈസ് ദ ഹൈപ്പോട്ടേനസ്. ഓക്കെ, ഇനി അടുത്ത ആരാണ്? ടാൻ 45 എടുക്കാം. Cl2. ടാൻ്റെ റേഷ്യോ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. Cl2. ടാനിന്റെ ഡെഫിനിഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഏതിന്റെ? 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ഈ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 1 ആണ്, ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. 45 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡും 1 ആണ്. സോ ആൻസർ ഈസ് 1. അപ്പം ടാൻ 45 ഡിഗ്രിയുടെ ആൻസർ വന്നിട്ട് 1 ആയി. ഇനി നമുക്ക് കൊസീക് 60 കണ്ടുപിടിക്കാം. കൊസീക്ക് 60 ഡിഗ്രി. കൊസീക്കിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സൈൻ്റെ നേരെ തിരിച്ചുള്ള, സൈൻ്റെ ഓപ്പോസിറ്റ് ആണ് കൊസീക്ക്. സോ സൈൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണെങ്കിൽ കൊസീക്ക് ഹൈപ്പോട്ടേനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഹൈപ്പോട്ടേനസ് ബൈ ഓപ്പോസിറ്റ് ആണ് കൊസീക്ക്. അപ്പൊ 60യുടെ കൊസീക്ക് 16 ആണ്. 16 അവിടെ ഇരിക്കുന്നത് ഈ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടേനസ് 2 ആണ്. അപ്പൊ ഹൈപ്പോട്ടേനസിന്റെ അവിടെ 2 എഴുതുക, ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ്. 16ന്റെ ഓപ്പോസിറ്റ്, ഈ 16ന്റെ ഓപ്പോസിറ്റ് ഏതാണ്? √3. ഓക്കെ, ഇപ്പൊ കൊസീക് 60 ആയി. ഇനി അടുത്ത സീക്ക് 30 കണ്ടുപിടിക്കണം. സീക്ക് 30 ഡിഗ്രി. സീക്ക് എന്ന് പറയുന്നത് എന്താണ്? കോസിന്റെ നേരെ ഓപ്പോസിറ്റ്. കോസ് വന്നിട്ട് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണെങ്കിൽ സീക്ക്
ഹൈപ്പോട്ടേനസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് ഹൈപ്പോട്ടേനസ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് സീക്ക് 30. 30യുടെ ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടേനസ് 2, അഡ്ജസൻറ്റ് സൈഡ് 30യുടെ അഡ്ജസൻറ്റ് എത്രയാണ്? √3. ഇനി അടുത്ത എന്താണ്? cos 16 കണ്ടുപിടിക്കുക. cos 60 ഡിഗ്രി. cos 60 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ഈ 60 ഡിഗ്രിയാണ് കോസ്. കോസിന്റെ ഡെഫിനിഷൻ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ് കോസ്. ഇസിക്കൽ ടു 60ന്റെ അഡ്ജസൻറ്റ് സൈഡ്. 60ന്റെ അഡ്ജസൻറ്റ് സൈഡ് ഇതാണ് അഡ്ജസൻറ്റ് സൈഡ്, 60യുടെ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ 1 ഈസ് ദ അഡ്ജസൻറ്റ് സൈഡ് റേഷ്യോ. പിന്നെ ഹൈപ്പോട്ടേനസ്, ഈ ട്രയാങ്കിൾ ഹൈപ്പോട്ടേനസ് 2 ആണ്. ഓക്കെ, അപ്പോൾ cos 16 ആയി. ഇനി cot 45 ഡിഗ്രി കൂടെ കണ്ടുപിടിക്കണം. cot 45 ഡിഗ്രി. 45 ഡിഗ്രി എടുക്കുന്നത് ഈ ട്രയാങ്കിൾ ആണ്. കോട്ടിന്റെ ഡെഫിനിഷൻ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. 45 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡ്, 45ന്റെ അഡ്ജസൻറ്റ്, അതായത് 45 ടു അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ 45യുടെ അഡ്ജസൻറ്റ് സൈഡ് 1 ആണ്. 45ന്റെ ഓപ്പോസിറ്റ് ഡിഗ്രി, 45ന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ 1 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൽ പറയുന്ന എല്ലാ ട്രിഗ്നോമെട്രി റേഷ്യോസും നമ്മൾ ഇങ്ങനെ 2 ട്രയാങ്കിൾ വരച്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് ഇങ്ങനെ sin 30 എന്ന് പറഞ്ഞാൽ 1/2 ഒക്കെ പഠിക്കാം. പഠിച്ചു വെച്ചിട്ട് മറന്നു പോവുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ കിട്ടിയ റേഷ്യോസ് എല്ലാം ഈ ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് sin 30 എത്രയാണെന്ന് നോക്കാം. sin 30 എത്രയാണ്? 1/2. അപ്പോൾ ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം? 1/2. അപ്പോൾ ഞാൻ അത് ഇടാൻ പോവുകയാണ്. 1/2. പിന്നെ എന്തുണ്ട്? പ്ലസ്. അത് കഴിഞ്ഞ് എന്താണ്? tan 45 ഡിഗ്രി. tan 45 ഡിഗ്രിയുടെ റേഷ്യോ എത്രയാണ്? 1 ആണ്. ഇനി അടുത്ത മൈനസ് cosec 60 ഡിഗ്രി. മൈനസ് cosec 60 ഡിഗ്രി എത്രയാണ്? 2/√3. 2/√3. പിന്നെ എന്തുണ്ട്? ഹോൾ ഡിവൈഡഡ് ബൈ sec 30 ഡിഗ്രി. sec 30 ഡിഗ്രി എത്രയാണ്? 2/√3. 2/√3. നെക്സ്റ്റ് എന്താണ്? പ്ലസ് cos 60 ഡിഗ്രി. പ്ലസ് cos 60 ഡിഗ്രി എത്രയാണ്? 1/2. നെക്സ്റ്റ് പ്ലസ് cot 45 ഡിഗ്രി. പ്ലസ് cot 45 ഡിഗ്രി. cot 45 ഡിഗ്രി എത്രയാണ്? 1. ഓക്കെ, എന്താണ് ചെയ്തത്? ഇതിന്റെ എല്ലാ റേഷ്യോസ് ആദ്യം കണ്ടുപിടിച്ചു, എന്നിട്ട് ആ വാല്യൂസ് എല്ലാം നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. 1/2 പ്ലസ് 1 എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഈ ന്യൂമറേറ്ററിനെ ഇൻറ്റു ചെയ്യണം അല്ലേ? അപ്പം 1 ഈ 1 ആണ്. പിന്നെ എന്തുണ്ട്? പ്ലസ് ഈ 1ന്റെ കൂടെ ഈ 2 ഇൻറ്റു ചെയ്യണം. അപ്പോൾ 1 × 2 ഡിവൈഡഡ് ബൈ 2 മൈനസ് 2/√3 ഡിവൈഡഡ് ബൈ 2/√3 പ്ലസ് ഈ 1/2 ഒന്നും കൂടെ ആഡ് ചെയ്യണം. അപ്പം ഈ ഡിനോമിനേറ്റർ ആവുന്ന 2 കൊണ്ട് ഈ ന്യൂമറേറ്റർ 1നെ ഇൻറ്റു ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 1 പ്ലസ് ഈ 1ന്റെ കൂടെ ഈ 2 ഇൻറ്റു ചെയ്യുക. 1 × 2 ഡിവൈഡഡ് ബൈ 2 അല്ലേ? ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് ഈ ഡിനോമിനേറ്റർ എടുത്ത് നമുക്ക് എഴുതാൻ പറ്റും. അടുത്ത സ്റ്റെപ്പിൽ എന്താണ് എഴുതേണ്ടത്? ഇത് തമ്മിലുള്ള സിംപ്ലിഫിക്കേഷൻ. 1 പ്ലസ് ഈ 1ഉം 2ഉം ഇൻറ്റു ചെയ്താൽ എത്ര കിട്ടും? 2 ഡിവൈഡഡ് ബൈ 2 മൈനസ് 2 ഡിവൈഡഡ് ബൈ √3 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2/√3 പ്ലസ് 1 പ്ലസ് ഈ 1ഉം 2ഉം ഇൻറ്റു ചെയ്താൽ 2 ഡിവൈഡഡ് ബൈ 2 ഇസിക്കൽ ടു 1 പ്ലസ് 2 എത്രയാണ്? 3 അല്ലേ? അപ്പോൾ 3 കിട്ടി. ഡിവൈഡഡ് ബൈ 2 മൈനസ് 2/√3 ഡിവൈഡഡ് ബൈ 2/√3 പ്ലസ് ഈ 1ഉം 2ഉം പ്ലസ് ചെയ്താൽ എത്ര കിട്ടും? ഇത് 2 പ്ലസ് ചെയ്താൽ 3 കിട്ടും. ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഈ ഒരു ഇക്വേഷന് നമ്മൾ സിംപ്ലിഫിക്കേഷൻ ചെയ്തപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ബാലൻസ് ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ എന്താണുള്ളത്? ഡിനോമിനേറ്റർ സെയിം അല്ല അല്ലേ? അപ്പൊ ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം. അതായത്
ഈ ഡിനോമിനേറ്റർ ആവുന്ന √3 കൊണ്ട് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3/2 ഇൻറ്റു ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലെ. അപ്പൊ √3 ഡിവൈഡഡ് ബൈ √3, പിന്നെ എന്തുണ്ട് മൈനസ് ഈ ഡിനോമിനേറ്റർ ഉണ്ട് ഈ ന്യൂമറേറ്ററിനെ ഇൻറ്റു ചെയ്യണം. അപ്പൊ ഈ 2 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യണം. നമുക്ക് എഴുതാം 2/√3 ഇൻറ്റു ഇത് എഴുതി ഇൻറ്റു ഇട്ടു. ഇനി എന്താണ് ഈ ഡിനോമിനേറ്റർ എഴുതി കൊടുക്കണം 2/2 ഹോൾ ഡിവൈഡഡ് ബൈ. ഇനി താഴത്ത് നോക്കാം. താഴത്തെ ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പൊ ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഇതിനെയും ഇൻറ്റു ചെയ്യണം. അതുപോലെ ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഇതിനെയും ഇൻറ്റു ചെയ്യണം. അപ്പൊ അത് ഇതിനെ ഇൻറ്റു ചെയ്യാം. 2/√3 ഇൻറ്റു എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? ഈ ഡിനോമിനേറ്റർ ഉണ്ട്, ഈ 2 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യണം. അപ്പം 2 പിന്നെ എന്തുണ്ട് പ്ലസ് ഉണ്ട്, പിന്നെ എന്താണ് 3/2 ഇൻറ്റു ഇതിനെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? ഈ ഡിനോമിനേറ്റർ ആവുന്ന √3 കൊണ്ട് ഇതിനെയും ഇൻറ്റു ചെയ്യണം. അപ്പൊ √3 ഇസിക്കൽ ടു 3 ഇൻറ്റു √3 3√3 എന്ന് വരും. 2 ഇൻറ്റു √3 2√3 മൈനസ് 2 ഇൻറ്റു 2 4 കിട്ടും. 2 ഇൻറ്റു √3 2√3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 4 കിട്ടും. √3 ഇൻറ്റു 2 2√3 പ്ലസ് 3 ഇൻറ്റു √3 3√3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു √3 2√3. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. ഇപ്പൊ എന്താണ് ഡിനോമിനേറ്റർ സെയിം ആയില്ലേ? 2√3 അപ്പൊ ഇത് നമുക്ക് ഒരുമിച്ച് എഴുതാം. 3√3 മൈനസ് 4 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2√3. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്? രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആയ നമുക്ക് ഒറ്റ ഇതായിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. ന്യൂമറേറ്റർ തമ്മിൽ മൈനസ് ഇട്ടിട്ട് ഡിവൈഡഡ് ബൈ 2√3 എന്ന് എഴുതാം. ഈ ഡിവിഷനെ ഞാൻ ഇങ്ങനെ ഡിവൈഡഡ് സിമ്പിൾ ഇട്ടു. എന്നിട്ട് ഇവിടെ എന്താണ് ഡിനോമിനേറ്റർ എന്താണ് 2√3 ആണ്. അപ്പൊ ഇത് നമുക്ക് ഒരുമിച്ച് എഴുതാം. മുകളിലുള്ള ന്യൂമറേറ്റർ എഴുതാം 4 പ്ലസ് 3√3 ഡിവൈഡഡ് ബൈ 2√3. അപ്പോൾ ഒരു ഫ്രാക്ഷനും വേറൊരു ഫ്രാക്ഷനും തമ്മിൽ ഡിവിഷൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫ്രാക്ഷൻ ഇങ്ങനെ എഴുതിയിട്ട് ഈ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്ത് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഫ്രാക്ഷൻ അങ്ങനെ എഴുതിയിട്ട് ഈ സെക്കൻഡ് ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്ത് അതിനെ നമുക്ക് ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആകും, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആകും. ഈ ഡിവിഷൻ മൾട്ടിപ്പിൾ ആകും. അപ്പൊ എന്ത് ചെയ്താം? 3√3 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2√3. ഈ ഡിവിഷൻ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക 2√3 ബൈ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആയി മാറി, ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആവും. അപ്പോൾ 4 പ്ലസ് 3√3 എന്നുള്ളത് താഴെയും വരും. ഇനി എന്താണ് മുകളിലും താഴെ സെയിം ആയിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാം. ഉണ്ടല്ലോ, 2√3 ഉണ്ട്, താഴെയും 2√3 ഉണ്ട്. അപ്പൊ മുകളിലും താഴെ ഒരുപോലെ ഉള്ളതിനെ നമുക്ക് വെട്ടാൻ പറ്റും. അപ്പൊ ഇതിനെയും ഞാൻ വെട്ടിക്കളഞ്ഞു. ഇനി ആരേ ഉള്ളൂ? 3√3 മൈനസ് 4 ഇസിക്കൽ ടു 3√3 മൈനസ് 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 3√3. ഇത് ഇത്രയും ഡൗട്ട് ഇല്ലല്ലോ. ഇനി ബാക്കി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നു. ഇവിടെ നോക്കൂ, ഡിനോമിനേറ്ററിൽ ഒരു ഇറാഷണൽ നമ്പർ വന്നിരിക്കുകയാണ് √3. അപ്പൊ ഡിനോമിനേറ്റർ ഇറാഷണൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് സിമ്പൽ കൊണ്ട് നമ്മൾ മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഇപ്പൊ പോസിറ്റീവ് ആണെങ്കിൽ ഇതിന്റെ നെഗറ്റീവ് ഉണ്ട്, ഓപ്പോസിറ്റ് കൊണ്ട് നമ്മൾ മുകളിലും താഴെയും ഇൻറ്റു ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ a/b പ്ലസ് √a എന്നാണെങ്കിൽ ഇതിന് ചെയ്യേണ്ടത് എയും ഈ b പ്ലസ് √aയും നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. b മൈനസ് √a കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇതിന്റെ ഓപ്പോസിറ്റ് എടുക്കുക. അതായത് b പ്ലസ് √a ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് b മൈനസ് √a, അതുകൊണ്ട് മുകളിലും താഴെയും ഇൻറ്റു ചെയ്യണം. അങ്ങനെ ഇൻറ്റു ചെയ്താൽ നമുക്ക് ഈ ഇറാഷണൽ ഇതിനെ മാറ്റാൻ പറ്റുള്ളൂ. അതുപോലെ ഇവിടെ ഇറാഷണൽ ഉണ്ട് √3, ഇതിനെ മാറ്റാൻ എന്ത് ചെയ്യണം? മുകളിലും താഴെയും നെഗറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പം എങ്ങനെ എഴുതാം? ഇതിനെ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ 4 ഈ പ്ലസ് എന്താവും? മൈനസ് ആവും. പിന്നെ 3√3 കണ്ട, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. അത് മുകളിലും താഴെ ഇൻറ്റു ചെയ്യണം. ഇനി ഇവിടെ ഇൻറ്റു ചെയ്തു, ഇനി മുകളിലും ഇൻറ്റു ചെയ്യണം. മുകളിലും നമുക്ക് കൊടുക്കാം 4 മൈനസ്
3√3 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അപ്പം ഇത് ഇത്രയും മനസ്സിലായല്ലോ. ഇതിന്റെ ബാക്കി ഞാൻ മുകളിൽ ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മുകളിലുള്ളത് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പൊ ഇത് 3√3 - 4ഉം 4 - 3√3 എന്നാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഇതിനെയും ഇൻറ്റു ചെയ്യണം. ഈ ഒരു നമ്പർ കൊണ്ട് ഈ നമ്പറിനെ ഇൻറ്റു ചെയ്യുക, അത് കഴിഞ്ഞ് ഈ നമ്പറിനെ ഇൻറ്റു ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം ഈ നമ്പറിനെ ഇൻറ്റു ചെയ്യാം. ഇതുകൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യാം. 3√3 × 4, പിന്നെ എന്തുണ്ട്, പ്ലസ്, ഇനി ഈ 3√3 ഉണ്ട്, നമുക്ക് 3√3 ഇൻറ്റു ചെയ്യാം. അപ്പൊ 3√3 ഇൻറ്റു ഇവിടുത്തെ 3√3 എന്താണ്, മൈനസ് ആണ്. അപ്പൊ -3√3 പ്ലസ്, അപ്പൊ ഇതുകൊണ്ട് ഞാൻ ഇതിനെ ഇൻറ്റു ചെയ്തു, ഇതുകൊണ്ട് ഞാൻ ഇതിനെ ഇൻറ്റു ചെയ്തു. ഇനി 4 കൊണ്ട് നമുക്ക് ഇതിനെ ഇൻറ്റു ചെയ്യാം. 4 കൊണ്ട് ഈ 4നെ ആദ്യം ഇൻറ്റു ചെയ്യണം. അപ്പൊ -4 × 4 പ്ലസ് -4 × 4 പ്ലസ്, ഇനി എന്ത് ചെയ്യണം, ഈ 4 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യണം. ഈ 4 കൊണ്ട് ഈ നമ്പറിനെ നമ്മൾ ഇൻറ്റു ചെയ്യുക. -4 × -3√3 -4 × -3√3. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിജിറ്റും ഉണ്ട്, ഈ ഒരു നമ്പറോട് നമ്മൾ 4നെ ഇൻറ്റു ചെയ്തതാണ് ഇത്. അതുകൊണ്ട് വീണ്ടും 3√3 ഇൻറ്റു ചെയ്തതാണ് ഇത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ 4 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യണം, അതാണിത്. ഈ 4 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യണം, അതാണിത്. ഇനി എന്തുണ്ട്, ഹോൾ ഡിവൈഡഡ് ബൈ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് അത് ഇട്ട് കൊടുക്കാം. ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ നോക്കൂ, a + b × a - b ഫോമിലാണ് ഇരിക്കണം അല്ലേ. അപ്പൊ ഇതിനൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, a² - b² എന്താണ്, a + b × a - b എന്നാണ് അല്ലെ. a + b × a - b യുടെ ആൻസർ എന്താണ്, a² - b². അപ്പൊ ഇതും ഇതേ ഫോമിലാണ് ഇത് രണ്ടും ഇരിക്കണം അല്ലെ, a + b × a - b. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്, a² - b² എന്ന ഫോമിലേക്ക് ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ a ആരാണ്, 4, b വന്നിട്ട് 3√3. അപ്പൊ എന്താണ്, a² എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 4² മൈനസ് b². b എന്ന് പറയുന്നത് എന്താണ്, 3√3യുടെ സ്ക്വയർ. അപ്പൊ എന്തായി, ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഈ ഒരു ഫോമിലേക്ക് മാറ്റി, a² - b² ഫോമിലോട്ട് മാറ്റി. ഇനി ഞാൻ ഇതെല്ലാം മാറ്റി 3√3 × 4. ഇവിടെ വന്നിട്ട് നമ്പറുകൾ തമ്മിൽ വേണം ഇൻറ്റു ചെയ്യാൻ, റൂട്ട് നമ്പർ തമ്മിൽ ഇൻറ്റു ചെയ്യാൻ പാടില്ല. അപ്പൊ 3ഉം 4ഉം ഇൻറ്റു ചെയ്യാം. 3 × 4 എത്രയാണ്, 12. പിന്നെ എന്തുണ്ട്, √3. അപ്പൊ 12√3 എന്ന് കിട്ടും. അടുത്തെന്താണ്, ഇവിടെയാണെങ്കിലോ നമ്പറും ഉണ്ട്, ഇറാഷണൽ നമ്പറും ഉണ്ട്. അതായത് റൂട്ട് നമ്പറും ഉണ്ട്, അല്ലാണ്ടുള്ള നമ്പറും ഉണ്ട്. അപ്പൊ 3ഉം 3ഉം ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും, 9 കിട്ടും. ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് -9. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, നെഗറ്റീവ് ആണ് ആൻസർ. അപ്പം 3 × -3 -9 ആണ് കിട്ടുന്നത്. 3 × 3 9. ഇനി √3ഉം √3 ഇൻറ്റു ചെയ്യുക. അപ്പൊ √3 × √3 എന്ന് പറയുന്നത് എന്താണ്, √3യുടെ സ്ക്വയർ ആണ്. അപ്പൊ എന്താ, ഈ സ്ക്വയറും റൂട്ടും കട്ടാവും. പിന്നെ ആൻസർ എന്തായിരിക്കും, 3 ആയിരിക്കും. അത് ഇൻറ്റു ഇട്ട് വേണം എഴുതാൻ, കാരണം ഇത് 3 × √3 എന്നുള്ളതാണ്. അപ്പൊ 9 ഇൻറ്റു ഈ √3യുടെ വാല്യൂ 3 ആണ്. അപ്പൊ ഇൻറ്റു 3 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി എന്തുണ്ട്, ഇവിടെ 4 × 4 16 അല്ലെ, 4 × 4 16. ഇവിടെ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് -4 × +4 -16 ആണ് ആൻസർ. അതായത് നെഗറ്റീവും പോസിറ്റീവും ഇൻറ്റു ചെയ്താൽ നെഗറ്റീവ് ആണ് ആൻസർ. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ് ആണ് ആൻസർ. ഇനി പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ആയാലും ആൻസർ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് -4 × +4 ഇൻറ്റു ചെയ്യുമ്പോൾ ആൻസർ നെഗറ്റീവ് ആയത്. ഇനി എന്താണ്, ഇവിടെ നെഗറ്റീവും നെഗറ്റീവും ആണ്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണ് ആൻസർ. ഓക്കെ, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. അപ്പൊ ഇവിടെ -4 × -3√3 ആകുമ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആകും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, പോസിറ്റീവ് 4 × 3 12. പിന്നെ എന്തുകൊണ്ട്, ഒരു √3 ഉണ്ട്, അതവിടെ ഡിവൈഡഡ് ബൈ 4ന്റെ സ്ക്വയർ. 4² എന്ന് വെച്ചാൽ 4 × 4 4 × 4 16. ഇനി 3√3യുടെ സ്ക്വയർ -3√3യുടെ സ്ക്വയർ. അതായത് ab ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്, എയുടെയും സ്ക്വയർ കാണണം, ബിയുടെയും സ്ക്വയർ കാണണം.
എയുടെയും സ്ക്വയർ കാണണം ഇൻറ്റു ബിയുടെയും സ്ക്വയർ കാണണം. അതുപോലെയാണ് 3√3യുടെ സ്ക്വയർ. ഈ 3√3യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ ഈ 3യുടെയും സ്ക്വയർ കാണണം ഇൻറ്റു ഈ √3യുടെയും സ്ക്വയർ കാണണം. 3യുടെ സ്ക്വയർ അറിയാം എത്രയാണ്? 3 × 3 9 ഇൻറ്റു √3യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ ഈ സ്ക്വയറും റൂട്ടും കട്ടാവുമ്പോൾ എന്ത് കിട്ടും? 3 കിട്ടും. 3 × 9 27 എന്ന് കിട്ടും. അപ്പം ഇതിന്റെ ആൻസർ 16, ഇതിന്റെ ആൻസർ 27 -27. ഓക്കെ, അപ്പൊ ഇവിടെ 12√3യും ഇവിടെ ഒരു 12√3 ഉണ്ട്. അപ്പൊ മൊത്തം എത്ര √3 ഉണ്ട്? 12 + 12 24 കിട്ടും. 24√3 എന്ന് കിട്ടും. ഓക്കെ, 12 ഈ 12ഉം കൂട്ടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ എത്ര? 24 കിട്ടും. പിന്നെ √3 12√3യും 12√3യും കൂടെ ആഡ് ചെയ്താൽ 24√3 കിട്ടും. ഇനി -9 × 3 27 -16 ഡിവൈഡഡ് ബൈ 27ൽ നിന്ന് 16 പോയാ 11. എന്ത് 11? -11 എന്ന് കിട്ടും അല്ലേ? വലുതാരാണോ? 27 ആണ് വലുത്. അപ്പൊ 27ന്റെ സിമ്പിളാണ് നെഗറ്റീവ്, 16ന്റെ സിമ്പിൾ പോസിറ്റീവ്. അപ്പൊ വലുതിൽ നിന്ന് ഈ ചെറുത് മൈനസ് ചെയ്തിട്ട് മിച്ചമുള്ളത് ബാലൻസ് ഉള്ളത് ഇതിന്റെ ബാലൻസ് ആണ് 11. അതുകൊണ്ട് മൈനസ് ഇടണം. ഇസിക്കൽ ടു 24√3 -27 -16 കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? -6 + 7 30. ബാലൻസ് 1, 2 + 1 3, 3 + 1 4, 43. -43 ഡിവൈഡഡ് ബൈ -11. നമ്മൾ a/-b എന്നുള്ള ഫോമിലാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ ഡിനോമിനേറ്റർ നെഗറ്റീവ് ആകാൻ പാടില്ല. അപ്പൊ നെഗറ്റീവ് ആകാതിരിക്കാൻ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ നമ്മൾ നെഗറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ ഇതിന്റെ ആൻസർ എന്താവും? -a -a, -b +b എന്ന് കിട്ടും. അതുപോലെ ഇവിടെ ഡിനോമിനേറ്റർ നെഗറ്റീവ് ആണ്. അപ്പൊ ഈ നെഗറ്റീവ് മാറാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഈ ഡിനോമിനേറ്ററിനെ നെഗറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം -24√3 -43 ഡിവൈഡഡ് ബൈ -11 ഇസിക്കൽ ടു -24√3 -24√3 എന്ന് കിട്ടും. ഈ നെഗറ്റീവ് കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യുമ്പോൾ നെഗറ്റീവ് ആവും. ഈ നെഗറ്റീവ് ഇൻറ്റു -43 എന്താവും? +43 ആവും. എന്തുകൊണ്ട്? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. ഇനി നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആവും, 11 ആവും. കാരണം ഈ ഡിനോമിനേറ്ററിലെ നെഗറ്റീവ് മാറ്റാനാണ് നമ്മൾ എല്ലാത്തിനെയും നെഗറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യുന്നത്. അപ്പൊ ഡിനോമിനേറ്റർ ഇപ്പൊ പോസിറ്റീവ് ആയി. ഇതിലെ ബാക്കി ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. -b + a എന്നാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടിയെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ഈ a ഈ -b ഇപ്പുറത്താക്കാം. a - b ഇങ്ങനെ എഴുതുന്നതാണ് ഒരു കറക്റ്റ് വേ. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റത്തത് നെഗറ്റീവ് ആണ്, നമുക്ക് ഇങ്ങനെ എഴുതാം, a - b എന്ന് എഴുതാം. അതുപോലെ ഇവിടെയും ഈ വാല്യൂ വന്നിട്ട് നെഗറ്റീവ് ആണ്. അപ്പൊ ഈ വാല്യൂവിനെ നടത്ത് നമുക്ക് ഇപ്പുറത്തോട്ടാക്കാം. 43യെ ഫസ്റ്റ് ആയിട്ട് എഴുതാം. കാരണം പോസിറ്റീവ് ഇത് 43 വന്നിട്ട് പോസിറ്റീവ് ആണ്. ഈ a പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ ആക്കിയതുപോലെ 43 ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ട്. ഇത് ഫസ്റ്റ് എഴുതാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 43. പിന്നെ ഈ നെഗറ്റീവ് -24√3 ഡിവൈഡഡ് ബൈ 11. ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ഫൈനൽ ആൻസർ. അപ്പൊ ഇവിടെ കുറച്ച് ഈ റൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. അവിടെ കുറച്ച് നിങ്ങൾക്ക് ഡൗട്ട് ആയിരിക്കും. പക്ഷെ നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അതോടുകൂടി ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തീരും. ഈ ഒരു സബ് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, 5th സബ് ക്വസ്റ്റ്യൻ, അതുകൂടെ ചെയ്യാം. ശരി, ഇപ്പൊ നമുക്ക് എക്സസൈസ് 8.2ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ 5th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? 5 cos square 60 degree plus 4 sec square 30 degree minus tan square 45 degree divided by sin square 30 degree plus cos square 30 degree. അപ്പോൾ ഇതിന്റെ എല്ലാ റേഷ്യോസ് കണ്ടുപിടിക്കുക. അതെല്ലാം ആഡും മൈനസും ഒക്കെ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ഇതിന്റെ റേഷ്യോ തമ്മിൽ സം ചെയ്തിട്ട് ഇത് തമ്മിൽ ഡിവിഷൻ ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്.
അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതിൻ്റെ റേഷ്യോസ് ഒക്കെ അറിയണം. കോസ് സ്ക്വയർ 16, ഇവിടെ എന്താണ് 16 30 30 30 ഉണ്ട്, പിന്നെ ഒരു 45 ഉണ്ട്. അപ്പോൾ 30 60 90 ഉള്ള റേഷ്യോ നമ്മൾ അറിഞ്ഞിരിക്കണം. 45 45 90 ഡിഗ്രിയുടെ റേഷ്യോയും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം 30 ഡിഗ്രി ടു 60 ഡിഗ്രി ടു 90 ഡിഗ്രി, ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 30ക്ക് 1 ആണ്, 60ക്ക് √3 ആണ്, 90ക്ക് വന്നിട്ട് 2 ആണ്. അപ്പോൾ ഇതിൻ്റെ ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ 90 ഡിഗ്രി, ഇവിടെ നമുക്ക് 60 ഡിഗ്രി കൊടുക്കാം, ഇവിടെ നമുക്ക് 30 ഡിഗ്രി കൊടുക്കാം. 30യുടെ റേഷ്യോ 1 ആണ്. അപ്പോൾ ഈ 30യുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കണം ഈ സൈഡിലെ റേഷ്യോ ആയിരിക്കണം 1. 60യുടെ റേഷ്യോ √3 ആണ്. 60യുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കണം ഈ സൈഡിൽ വേണം √3 കൊടുക്കാൻ. 90യുടെ റേഷ്യോ 2 ആണ്. 90 ഇതാണ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ വേണം 2 കൊടുക്കാൻ. ഓക്കെ, ഇനി 45 ഡിഗ്രി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് 45 ഡിഗ്രിയുടെ റേഷ്യോസ് അറിയണം. നമുക്കറിയാം 45 ഡിഗ്രി ടു 45 ഡിഗ്രി ടു 90 ഡിഗ്രി എന്ന ട്രയാങ്കിൾ ഉണ്ട്. 45ൻ്റെ റേഷ്യോ 1 ആണ്, ഈ 45ൻ്റെ റേഷ്യോ 1 ആണ്, 90യുടെ റേഷ്യോ മാത്രം √2. ഓക്കെ, അപ്പോൾ അതിൻ്റെ ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം. 90 ഡിഗ്രി എടുത്താൽ ഇവിടെ എന്താണ് 45 ഡിഗ്രി, ഇവിടെയും എന്താണ് 45 ഡിഗ്രി. 45 ഡിഗ്രിയുടെ റേഷ്യോ 1 ആണ്. അപ്പോൾ ഈ 45യുടെ നേരെ ഓപ്പോസിറ്റിൽ വേണം 1 കൊടുക്കാൻ. 45 ഡിഗ്രിയുടെ റേഷ്യോ 1 ആണ്. അപ്പോൾ ഈ 45യുടെ നേരെ ഓപ്പോസിറ്റ് വേണം 1 കൊടുക്കാൻ. 90യുടെ √2, ഈ 90യുടെ നേരെ ഓപ്പോസിറ്റിൽ വേണം √2 കൊടുക്കാൻ. അപ്പോൾ അതുമായി ഇനി നമുക്ക് ഈ ഓരോ ട്രിഗ്നോമെട്രിക് റേഷ്യോസും കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് cos 16 എത്രയാണെന്ന് നോക്കാം. cos 60, ഇവിടെ cos സ്ക്വയർ 16 ആണ് കിടക്കുന്നത്. നമുക്ക് cos 60 അറിഞ്ഞിട്ട് അതിന്റെ സ്ക്വയർ എല്ലാം കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് cos 16 നോക്കാം. കോസിന്റെ എന്താണ് ഡെഫിനിഷൻ? കോസ് എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ്. ഇക്വൽ ടു ആരുടെ അഡ്ജസന്റ്? 60 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ്. 60 കിടക്കുന്നത് ഈ ട്രയാങ്കിൾ ആണ്. 60യുടെ അഡ്ജസന്റ് എന്ന് പറയുന്നത് ഈ സൈഡാണ് അല്ലെ. ഇത് ഹൈപ്പോട്ടേനസ്, ഇത് അഡ്ജസന്റ് സൈഡ്. അപ്പൊ 60യുടെ നേരെ അഡ്ജസന്റ് സൈഡ് ദിസ്. അപ്പൊ അഡ്ജസന്റ് സൈഡിന്റെ വാല്യൂ എത്രയാണ്? 1. അത് ഇവിടെ കൊടുക്കുക. പിന്നെന്തുണ്ട്? ഹൈപ്പോട്ടേനസ്. ഹൈപ്പോട്ടേനസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, അതായി. ഇനി നമുക്ക് സീക്ക് 30 ഡിഗ്രി കണ്ടുപിടിക്കാം. സീക്ക് എന്ന് പറഞ്ഞാൽ സീക്കിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ കോസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സീക്ക് എന്ന് പറയുന്നത്. അപ്പൊ കോസിന്റെ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണെങ്കിൽ സീക്ക് എന്ന് പറയുന്നത് ഹൈപ്പോട്ടേനസ് ബൈ അഡ്ജസന്റ് സൈഡ്. ഹൈപ്പോട്ടേനസ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് സീക്കിന്റെ റേഷ്യോ. ഇതിനെ നേരെ തിരിച്ചിട്ടാൽ ആരുടെ അഡ്ജസന്റ് സൈഡ്? 30യുടെ അഡ്ജസന്റ് സൈഡാണ് നമുക്ക് ആവശ്യം. ഈ ട്രയാങ്കിൾ 30 എവിടെ കിടക്കുന്നു? ഇതാ കിടക്കുന്നു. ഇതിന്റെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഈ സൈഡാണ്. ഇത് വന്നിട്ട് ഹൈപ്പോട്ടേനസ്. സോ ദിസ് സൈഡ് ഈസ് അഡ്ജസന്റ് സൈഡ്. എത്രയാണ്? √3 ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് എത്രയാണ്? √3. ഇനി എന്തുണ്ട്? ഹൈപ്പോട്ടേനസ്. ഹൈപ്പോട്ടേനസ് എന്ന് പറഞ്ഞാൽ 2. അപ്പൊ 2/√3 ആണ് സീക്ക് 30. ഇനി നമുക്ക് ടാൻ എടുക്കാം. ടാൻ എത്ര? 45 ഡിഗ്രി. ടാൻ എന്ന് വെച്ചാൽ ടാൻ്റെ റേഷ്യോ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ആരുടെ ഓപ്പോസിറ്റ്? 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്. 45 കിടക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ് 45 കിടക്കുന്നത്. ഇതോ എടുക്കാം. ഞാൻ ഈ 45 ഡിഗ്രി എടുക്കുന്നു. ഈ 45യുടെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ 45യുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. 45യുടെ അഡ്ജസന്റ് സൈഡ്, കാരണം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. 45ന്റെ അഡ്ജസന്റ് സൈഡ്, 45യുടെ അഡ്ജസന്റ് സൈഡ് ഇതാണ്. ഇത് ഹൈപ്പോട്ടേനസ് ആണ്. സോ ദിസ് സൈഡ് ഈസ് അഡ്ജസന്റ്. അത് എത്രയാണ്? 1 ആണ്. സോ ആൻസർ ഈസ് 1. 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എത്രയാണ്? 1 ആണ്. ഇനി നമുക്ക് വേണ്ടത് ടാൻ ആയി. ഇനി അടുത്തത് സൈൻ. സൈൻ 30 നോക്കാം. സൈൻ 30. സൈനിന്റെ റേഷ്യോ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് അല്ലേ. അപ്പൊ 30 കിടക്കുന്നത് ഈ ട്രയാങ്കിൾ ആണ്. 30യുടെ ഓപ്പോസിറ്റ് ഇതാണ്. നേരെ എതിരെ കിടക്കുന്ന ഈ സൈഡാണ് ഓപ്പോസിറ്റ് സൈഡ്. സോ 1 ഈസ് ദ ഓപ്പോസിറ്റ് സൈഡ് റേഷ്യോ. ഹൈപ്പോട്ടേനസ് എന്ന് പറഞ്ഞാൽ ഇതാണ് 2. ഇനി ഒരാളും കൂടെ ഉണ്ട്. cos 30 ഡിഗ്രി. cos 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു
കോസിന്റെ റേഷ്യോ അറിയാം, അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. ആരുടെ അഡ്ജസെന്റ് ആണ് ഇവിടെ നോക്കേണ്ടത്? 30യുടെ അഡ്ജസെന്റ് സൈഡ്. 30 എവിടെ കിടക്കുന്നു? ഇതാ കിടക്കുന്നത്. ഇതിന്റെ അഡ്ജസെന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ 30യുടെ അഡ്ജസെന്റ് √3 ഡിവൈഡഡ് ബൈ adjacent side by hypotenuse ആണ് കോസിന്റെ റേഷ്യോ. സോ adjacent side by hypotenuse. hypotenuse ഈ ട്രയാങ്കിൾ ഏതാണ്? 2 ആണ്. 2 ഈസ് ദ hypotenuse. അപ്പൊ ഈ വാല്യൂസ് എല്ലാം നമ്മൾ റേഷ്യോസ് എല്ലാം കണ്ടുപിടിച്ച് ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഞാൻ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതുകയാണ്. 5 cos square 60. ഈ cos square 60 നമുക്ക് cos 60 ഡിഗ്രി ദ ഹോൾ സ്ക്വയർ ഇങ്ങനെ എഴുതാം. ഇവിടെ സ്ക്വയർ ഉള്ളതിനെ നമുക്ക് ഇങ്ങനെ മൊത്തത്തിൽ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും. കോസ് സ്ക്വയർ 60നെ cos 60 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് 4 sec സ്ക്വയർ 30. അതിന് നമുക്ക് ഒരുമിച്ച് എഴുതാം. sec 30 ഡിഗ്രി ദ ഹോൾ സ്ക്വയർ ഇങ്ങനെ എഴുതാം. മൈനസ് tan സ്ക്വയർ 45. അതിനെങ്ങനെ എഴുതാം? tan 45 ഡിഗ്രി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ 30. അതും എങ്ങനെ എഴുതാം? സൈൻ 30 ഡിഗ്രി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് കോസ് സ്ക്വയർ 30 ഡിഗ്രി. അതും എങ്ങനെ എഴുതാം? കോസ് 30 ഡിഗ്രി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഈസിക്കൽ ടു 5 കോസ് 60. കോസ് 60 എത്രയാണ്? 1/2. 1/2 പിന്നെന്താണ്? ഹോൾ സ്ക്വയർ. കോസ് 60 ദ ഹോൾ സ്ക്വയർ. അപ്പൊ കോസ് 60യുടെ വാല്യൂ എഴുതിയിട്ട് സ്ക്വയർ. പ്ലസ് 4 sec 30. sec 30 ഡിഗ്രിയുടെ എന്താണ്? 2/√3. അപ്പൊ ഇതിനകത്ത് എന്തിട്ട് കൊടുക്കണം? 2/√3 എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ഇടുക, സ്ക്വയർ. മൈനസ് tan 45. tan 45യുടെ ആൻസർ 1 ആണ്. അപ്പൊ 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ 30. സൈൻ 30 എന്ന് പറയുന്നത് 1/2. സൈൻ 30യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/2 സ്ക്വയർ പ്ലസ് കോസ് 30. കോസ് 30 എന്ന് പറയുന്നത് √3/2. ഇപ്പോൾ √3/2 പിന്നെന്തുണ്ട്? ഹോൾ സ്ക്വയർ. ഹോൾ സ്ക്വയർ ഈസിക്കൽ ടു. ഇത് ഇത്ര ക്ലിയർ ആയല്ലോ. ഇതെങ്ങനെയാണ്? 1/2 ദ ഹോൾ സ്ക്വയർ എങ്ങനെയാണ്? അതായത് a/b ദ ഹോൾ സ്ക്വയർ ഫോമിലാണ് ഇതിരിക്കണം അല്ലെ. 1/2 എന്ന് പറയുന്നത് a/b ദ ഹോൾ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാണണം? ഈ എയുടെയും സ്ക്വയർ കാണണം, ഡിവൈഡഡ് ബൈ ഈ ബിയുടെയും സ്ക്വയർ കാണണം. ഇതിന്റെ ഇക്വേഷൻ എന്താവും? 5 ഇൻറ്റു ഈ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റു ആണ്. 1ന്റെയും സ്ക്വയർ ആണ്. 1ന്റെയും സ്ക്വയർ കാണണം, 2ന്റെയും സ്ക്വയർ ആണ്. 1ന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ഈ 2ന്റെയും സ്ക്വയർ കാണണം, 2 സ്ക്വയർ ബൈ √3യുടെ സ്ക്വയർ ആണ്. √3യുടെയും സ്ക്വയർ കാണണം. മൈനസ് 1ന്റെ സ്ക്വയർ 1 ആണ്. 1ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 1നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 1 × 1 1 ഡിവൈഡഡ് ബൈ ഇതെന്താണ്? 1ന്റെ സ്ക്വയർ കാണണം ബൈ ഈ 2ന്റെ സ്ക്വയറും കാണണം. പ്ലസ് √3യുടെയും സ്ക്വയർ കാണണം ബൈ ഈ 2ന്റെയും സ്ക്വയർ കാണണം. അപ്പൊ ഇതിന്റെ ബാക്കി സിംപ്ലിഫിക്കേഷൻ ഞാൻ ഇങ്ങോട്ട് എഴുതാം. 5 ഇൻറ്റു 1ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 1 × 1 ആണ്. 1 × 1 എത്രയാണ്? ആൻസർ 1. 2 സ്ക്വയർ എന്ന് വെച്ചാൽ 2 × 2. 2 × 2 എത്രയാണ്? 4. പ്ലസ് 4 ഇൻറ്റു 2 സ്ക്വയർ എന്ന് വെച്ചാൽ 2 × 2. 2 × 2 എത്രയാണ്? 4. √3യുടെ സ്ക്വയർ. √3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സ്ക്വയറും റൂട്ടും പോയിട്ട് ബാലൻസ് എത്രയുണ്ട്? 3 വരും. പിന്നെ എന്തുണ്ട്? ഒരു -1 ഉണ്ട്. -1 the whole divided by 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4 പ്ലസ് √3യുടെ സ്ക്വയർ. √3യുടെ സ്ക്വയർ ഇതാണ്, 3 ആണ് ആൻസർ. 3 ഡിവൈഡഡ് ബൈ 2ന്റെ സ്ക്വയർ 4. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ന്യൂമറേറ്റർ ആണ്. ഈ 5 എന്ന് പറയുന്ന ന്യൂമറേറ്റർ ആണ്, 4 എന്ന് പറയുന്ന ന്യൂമറേറ്റർ ആണ്. അപ്പൊ ഈ ന്യൂമറേറ്റർ തമ്മിലാണ് ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പൊ 5 × 1 ആണ് ചെയ്യേണ്ടത്. 5 × 1 എത്രയാണ്? 5. പിന്നെന്തുണ്ട്? 4 പ്ലസ് ഈ 4 ഈ 4ഉം വേണം ഇൻറ്റു ചെയ്യാം. 4 × 4 16 ബൈ
3 മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇവിടെ ഡിനോമിനേറ്റർ എന്താണ് സെയിം ആണ്. അപ്പം ന്യൂമറേറ്ററുകൾ തമ്മിൽ എഴുതിയാൽ മതി 1 പ്ലസ് 3 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് ഒരു വട്ടം 4 എന്ന് എഴുതിയാൽ മതി ഈസിക്കൽ ടു. ഇവിടെയാണെങ്കിലോ ഇത് ഇവർ തമ്മിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. കാരണം ഡിനോമിനേറ്റർ സെയിം അല്ലേ. ഇവിടെ 4 ആണ് ഡിനോമിനേറ്റർ, ഇവിടെ വന്നിട്ട് 3 ആണ്. അപ്പോൾ 3 കൊണ്ട് ഇതിനെയും ഇൻറ്റു ചെയ്യണം, 4 കൊണ്ട് ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഇൻറ്റു ചെയ്യണം. അപ്പോഴിത് ഡിനോമിനേറ്റർ സെയിം ആവുള്ളൂ. അപ്പം നമുക്ക് ആദ്യം 3 കൊണ്ട് 3 കൊണ്ട് 5നെയും 4നെയും ഇൻറ്റു ചെയ്യാം. 5/4 ഇൻറ്റു ഇതിനെ ഏത് ഈ ഡിനോമിനേറ്റർ ഉണ്ട്, ഇതിനെ ഇൻറ്റു ചെയ്യണം. അപ്പം 3 എന്ന് കൊടുക്കാം. പ്ലസ് ഇനി ഇത് രണ്ടുപേരെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം 16/3 ഇൻറ്റു 4. പിന്നെന്തുണ്ട്, ഒരു -1 ഉണ്ട് ഡിവൈഡഡ് ബൈ 1 + 3 എത്രയാണ് 4. 4/4 എന്ന് ഇവിടെ കിട്ടും അല്ലേ. 4/4 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്താം, 5 × 3 എത്രയാണ് 15/4 × 3 12 പ്ലസ് 16 × 4 6 × 4 24. 24 4 ബാലൻസ് 2. 4 × 1 4 4 + 2 6. അപ്പോൾ 64 is the answer. 3 × 4 12 -1 ഡിവൈഡഡ് ബൈ 4/4. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എത്രയാണ് 1 ഈസിക്കൽ ടു, വിച്ച് ഇംപ്ലൈസ് ഇവിടെ എന്താണ് ഡിനോമിനേറ്റർ സെയിം അല്ലേ. അപ്പോൾ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം. 15 + 64 എന്ന് എഴുതി ഹോൾ ഡിവൈഡഡ് ബൈ 12 എന്ന് ഒരുമിച്ച് എഴുതാണ്. ഇതിൻ്റെ ഡിനോമിനേറ്ററും 12, ഇതിൻ്റെ ഡിനോമിനേറ്റർ 12. അപ്പോൾ ദ ഹോൾ ഡിവൈഡഡ് ബൈ 12 എന്ന് എഴുതാം മേളിൽ എഴുതിയിട്ട്. -1 ഈ ഒരു വാല്യൂനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എത്രയാണ്, ഈ ഒരു വാല്യൂ തന്നെയാണ് അല്ലെ. എനി വാല്യൂ ഡിവൈഡഡ് ബൈ 1 ഈസ് ദാറ്റ് വാല്യൂ. അപ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ 1 എഴുതേണ്ട ആവശ്യമില്ല, 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് തന്നെയാണ് ആൻസർ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് കിട്ടും, ഇതും കൂടെ ആഡ് ചെയ്യണം. 5 + 4 9 കിട്ടും, 6 + 1 7 കിട്ടും, ഡിവൈഡഡ് ബൈ 12 -1. ഈ -1 ഇതൊരു ഫ്രാക്ഷൻ ആണ്, ഇതൊരു നമ്പർ ആണ്, ഇത് തമ്മിൽ മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഈ ന്യൂമറേറ്ററിനെ ഇൻറ്റു ചെയ്യണം. ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ മൈനസ് ചെയ്യാം. ഈസിക്കൽ ടു, വിച്ച് ഇംപ്ലൈസ് 79 മൈനസ് ഈ 1ഉം ഈ 12 കൂടെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 1 × 12 എന്നിട്ട് എന്ത് ചെയ്താൽ ഹോൾ ഡിവൈഡഡ് ബൈ 12 എന്ന് എഴുതാം. അപ്പോൾ ഞാനിവിടെ എഴുതാൻ പോകണം. 79 മൈനസ് 1 × 12 എത്രയാണ് 12 ഹോൾ ഡിവൈഡഡ് ബൈ ഈ 12 ഈസിക്കൽ ടു 9ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ എന്താണ് 7. 7ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 6, പിന്നെ ഡിവൈഡഡ് ബൈ 12. അപ്പോൾ 67/12 ആണ് ഈ ഒരു സിംപ്ലിഫിക്കേഷൻ, ഈ ഒരു ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ്റെ ആൻസർ. ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇതാണ്. ഇവിടെ നമുക്ക് എന്താണ് ആവശ്യം, ഈ 60/30യുടെ റേഷ്യോ ബൈ ഹാർട്ട് ചെയ്തിട്ടില്ലാത്തവർ sin 60 എത്രയാണ് അല്ലെങ്കിൽ sin 30 എത്രയാണെന്നുള്ളതൊക്കെ മറന്നു പോയിട്ടുള്ളവർക്ക് ഇതുപോലെ ഈ റേഷ്യോ മാത്രം പഠിച്ചു വെച്ചിട്ട് അതിന് നമ്മൾ ട്രയാങ്കിൾ വരച്ച് കൊടുത്തിട്ട് നമുക്ക് sin 60 എത്രയാണ്, tan 45 എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ആ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഫ്രാക്ഷൻ തമ്മിലുള്ള സിംപ്ലിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് വയ്ക്കുക, എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് സബ്ട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്, 8.2ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. താങ്ക് യു.